ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലെയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ജിൻഡോ കപ്പ് നേടിയിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര വെയിറ്റിംഗിലായിരുന്നു ഗ്രാൻഡ് ഫിനാലെ വരാനായിട്ട്. അപ്പോൾ ഈ ഒരു സൺഡേ വരാനായിട്ട് ഇങ്ങനെ കാത്തിരുന്നു. അവസാനം നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ ടോപ്പ് 5-ൽ വന്നു കഴിഞ്ഞപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ജിൻഡോ കപ്പ് നേടണമെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലെല്ലാം ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചിരുന്നത്. അപ്പോൾ അതിന് കാരണം അന്നും ഇന്നും ഞാൻ പറയുന്നത് ജിൻഡോ ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ഷോയിൽ ഒരു കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ഒരു ഫേക്ക് മുഖംമൂടി ഇട്ട് വന്നിട്ട് അഭിനയിക്കുന്ന പരിപാടിയൊന്നും പുള്ളി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പുള്ളി എന്താണോ പുള്ളി അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്തത്. പുള്ളിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അത് മുന്നേ നോക്കാതെ. അപ്പം നമ്മളെല്ലാവരും ബേസിക്കലി മനുഷ്യന്മാരാണല്ലോ. മനുഷ്യന്മാർക്ക് ഈ ജന്മസഹജമായിട്ട് നമുക്ക് മനുഷ്യന്മാർക്ക് കിട്ടുന്ന കുറേ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അതിനെ ഒരു മുഖംമൂടി ഇട്ട് മറയ്ക്കാതെ അതെന്താണോ പുള്ളി എങ്ങനെയായിരുന്നോ പുള്ളി അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നത്. എന്താ പറയുക, നമ്മളെല്ലാവരും ഓരോ വ്യക്തികളെ നമ്മൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ചാണ് നമ്മളെല്ലാം വോട്ട് ചെയ്യുന്നത്. അതൊക്കെ കാര്യങ്ങൾ ശരിയായിരിക്കാം. ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അർജുനെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തവരുണ്ടാവും, സിജോയെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളെല്ലാം വോട്ട് അനുസരിച്ചായിരുന്നു കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അപ്പം ഇപ്പൊ ജിൻഡോ കപ്പ് നേടിയതിനു ശേഷം ഒരുപാട് ആൾക്കാർ ആ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ട് വളരെ ബാഡ് കമന്റ്സ് ഇടുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം ഇവനാണോ കപ്പ് കൊടുക്കേണ്ടത്, ഇവൻ എന്ത് ആണ് ആ വീട്ടിൽ ചെയ്തത് എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര്. അപ്പോൾ ഓക്കെ, പുള്ളി ഭയങ്കരമായ സംഭാവനകൾ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിന് ഭയങ്കരമായ സംഭാവനകൾ കൊടുത്തെന്നോ അല്ലെങ്കിൽ സമൂഹത്തിന് ഭയങ്കര വലിയ മെസ്സേജുകൾ കൊടുത്തു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പുള്ളി ബിഗ് ബോസ് ഹൗസിന്റെ കണ്ടന്റ് തന്നെ എന്താണ്? ഒരു മുഖംമൂടി ഇല്ലാണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം നമുക്കൊരു മുഖംമൂടി ഇട്ടുകൊണ്ട് ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റും? ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ അവരോടൊക്കെ ഇടപഴകുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എത്ര തവണ അല്ലെങ്കിൽ എത്ര നേരം നമുക്ക് ഒരു മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് ഒരിടത്ത് ജീവിക്കാനായിട്ട് പറ്റും? നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ് പുള്ളി കാണിച്ചു കൊടുത്തത്. പുള്ളി എങ്ങനെയാണോ പുള്ളി അങ്ങനെ നിന്നു. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. അപ്പോൾ ആ സമൂഹത്തിൽ കുറേയധികം നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ഒരു നിയമാവലികളുണ്ട്. നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ ഇങ്ങനെ പെരുമാറണം, മറ്റുള്ളവരോട് ഈ രീതിയിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം നിയമവും അതല്ലാതെയുള്ള കുറേ ചട്ടക്കൂടുകളും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. പൊതുവഴിയിൽ തുപ്പാൻ പാടില്ല, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ചില മതിലുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ പരസ്യം പതിക്കരുത്. അപ്പം ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നിയമങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയുള്ള ഒരു മനുഷ്യൻ കൂടിയുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഈ പരസ്യം പതിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ മേലെ പോയി പരസ്യം പതിക്കുന്നതും. ഇവിടെ പൊതുവഴിയിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒന്നും സൈഡിൽ കൂടെ പോയിട്ട് വെറുതെ ഒന്ന് പുക വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് വേറൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം പരസ്യം പതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതിലിന് മേലെ കൊണ്ട് നമ്മൾ പരസ്യം പതിക്കാൻ ടെൻഡൻസി ഉള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യൻ നമ്മളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേസമയം ഈ മതിലിന്റെ സൈഡിൽ ഒരു CCTV ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയിട്ട് പരസ്യം പതിക്കുമോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് സിഗരറ്റ് വലിക്കില്ല. അപ്പോൾ ഇതേ ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന സെറ്റപ്പ്. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു 100 ക്യാമറകൾ, ഒരുപാട് ആൾക്കാർ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഈ നിയമങ്ങളെ ഒന്നും അനുസരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിത്വം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയിൽ നമ്മളല്ലാതെയാണ് ബിഗ് ബോസ് ഹൗസിൽ പെരുമാറാനായിട്ട് പോകുന്നത്, അല്ലെ? അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഫേക്ക് ആയിട്ട് നിന്നിട്ടുണ്ട്, വേറൊരു വ്യക്തിത്വമായിട്ട് നിന്നിട്ടുണ്ട്. ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് മെസ്സേജ് ഒക്കെ തരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫേക്ക് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു ജിൻഡോ എന്ന ആ ആള്. എങ്ങനെയായിരുന്നോ അങ്ങനെയാണ് പുള്ളിക്കാരൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നത്. പുള്ളി പച്ചയായ ഒരു മനുഷ്യനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നതുകൊണ്ടാണ് ആൾക്കാർ ജിൻഡോ എന്ന വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്തത്. അതിലും കൂടുതലായിട്ട് പുള്ളി ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അതായത് ഒരു വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഉയർന്നു വന്ന സ്വന്തമായിട്ടുള്ള കഷ്ടപ്പാടും കഠിന പ്രയത്നവും ഡെഡിക്കേഷനും എല്ലാം കൊണ്ട് ഉയർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് എപ്പിസോഡുകളിൽ പുള്ളിയുടെ ജീവിത കഥകളൊക്കെ പറയുമ്പോഴും നമുക്ക് മനസ്സിലായതൊക്കെ അതൊക്കെ തന്നെയാണ്. റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത കഥയൊക്കെ വളരെ വിഷമത്തോടു കൂടിയാണ് പുള്ളി പറഞ്ഞത്. ഈ ഒരു ലെവലിൽ എത്താൻ പുള്ളി അതുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പിന്നെ ആരൊക്കെയോ പറയുന്നുണ്ട് പുള്ളിക്കാരൻ വാതുറന്ന കള്ളം പറയുന്ന വ്യക്തിയാണ്. ഉറങ്ങിയ ബിഗ് ബോസ് ഹൗസിൽ പകല ഏതോ സമയത്ത് ഉറങ്ങിയപ്പം പട്ടി കുറച്ചപ്പോൾ ഞാൻ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞു എന്ന് ഒരാൾ കമന്റ് ഇടുന്നുണ്ട്. എന്റെ പൊന്നുമാശേ, ലോകത്ത് ജീവിതത്തിൽ കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വന്തം നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ശരിക്കും പറഞ്ഞാൽ എന്താ, ഉള്ളിന്റെ ഉള്ളിലുള്ള പച്ചമയ മനുഷ്യനായിട്ട് തന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നത് സാധാരണക്കാരായ എല്ലാ ജനങ്ങളും കണ്ടു. അതുകൊണ്ട് മാത്രമാണ് ജിൻഡോയ്ക്ക് ഇതിന് മാത്രം വോട്ട് കിട്ടാനും ഇത്രമാത്രം ഫാൻ ബേസ് ഉണ്ടാവാനുള്ള കാരണം. ഈ കഴിഞ്ഞ ഇത്രയും സീസണുകളിലെ വിന്നേഴ്സിനെ എടുത്ത് നോക്കുവാണെങ്കിൽ ജിൻഡോ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സാവുചാറിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ദിൽഷനെ പോലെയോ അഖിൽമാരാറിനെ പോലെയോ ഒന്നുമേ അല്ല, മണിക്കുട്ടിനെ പോലെ ഒന്നും അല്ലാത്ത എൻ്റേർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജിൻഡോ എന്ന ആള്. ഞാൻ പറയും, പുള്ളിക്കാരനെ ഒരു കോമണറായിട്ട് വേണമെങ്കിൽ കൂടി എനിക്ക് പറയാൻ പറ്റും. അത്രമാത്രം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി. ഈ ബിഗ് ബോസ് സീസൺ 6 വിന്നറാകാൻ എന്തുകൊണ്ട് യോഗ്യം ജിൻഡോ തന്നെയായിരുന്നു. ജിൻഡോ കപ്പ് നേടിയപ്പം സത്യം പറഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ജിൻഡോയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അപ്പം UK നിന്നും ഞങ്ങൾ കുറേയധികം ഫാൻസ് ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളൊക്കെ എത്താൻ പറ്റട്ടെ. അപ്പം സാധാരണക്കാരനായ ഞങ്ങളുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ജിൻഡോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ.